പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 മണിക്കൂറിൽ താഴെ മാത്രം സമയമാണുള്ളത്. 6 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സ്വഭാവത്തിലുള്ള പരസ്യ പ്രചരണങ്ങൾക്ക്, വാഹന പ്രചാരണ ജാഥകൾക്കൊക്കെ തന്നെയും സമയം അനുവദിച്ചിട്ടുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലെയും കലാശക്കൊട്ട് ഏറ്റവും ഗംഭീരമാക്കാനുള്ള മത്സരബുദ്ധിയോടെയുള്ള പ്രവർത്തനത്തിലാണ് എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ. ഇപ്പോൾ നമുക്ക് പേരൂർക്കടയിലേക്ക് പോകാം. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിൻ്റെ പ്രധാന കേന്ദ്രമാണ് പേരൂർക്കട. ഏറ്റവും മത്സരബുദ്ധിയുള്ള കലാശക്കൊട്ട് ഒരുപക്ഷെ കേരളത്തിൽ ദൃശ്യമാവുകയും അവിടെയായിരിക്കും. ശ്യാം ആർ ബാബു നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്യാം, പേരൂർക്കടയിൽ ഇപ്പോൾ തന്നെ ഒരു ആവേശം കൊട്ടിക്കാരി തുടങ്ങിയിട്ടുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനമായും കൊട്ടിക്കലാശം നടക്കുന്ന, അതായത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമായും കൊട്ടിക്കലാശം നടക്കുന്ന തിരുവനന്തപുരത്തെ പേരൂർക്കടയിലാണ്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ കൊട്ടിക്കലാശം ആരംഭിക്കും. എല്ലാ മുന്നണികളുടെയും 3 മുന്നണികളുടെയും പ്രവർത്തകർ ഈ പേരൂർക്കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഈ ഒരു മേഖലയിലേക്ക് 3 മുന്നണികളുടെയും പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും തിരുവനന്തപുരത്ത് മത്സരങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു പേരൂർക്കടയിൽ തന്നെയാണ് ഇത്തരത്തിൽ കൊട്ടിക്കലാശം സംഘടിപ്പിക്കാറുള്ളത്. പ്രവർത്തകരെല്ലാവരും തന്നെ ഈ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. BJP, അതുപോലെ തന്നെ LDF, അതുപോലെ തന്നെ UDF 3 മുന്നണികളുടെയും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന ഒരു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ അതിശക്തമായി ആ ഒരു മത്സരത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പുറത്തു കാണിക്കുന്ന തരത്തിലൊരു കൊട്ടിക്കലാശമായിരിക്കും തിരുവനന്തപുരം പേരൂർക്കടയിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത്. 1 മാസത്തിലധികം നീണ്ടുനിന്ന പ്രചാരണത്തിനാണ് അവസാനം കുറിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം ശബ്ദ പ്രചാരണം അവസാനിക്കുകയാണ്. പരമാവധി ശക്തി പ്രകടനം, അതായത് എത്രത്തോളം തിരുവനന്തപുരത്ത് എത്രത്തോളം തങ്ങളുടെ ശക്തി ഉണ്ട് എന്ന് കാണിക്കാനുള്ള പരമാവധി ഏറ്റവും തീവ്രമായിട്ടുള്ള ശ്രമമാണ് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മുന്നണികളുടെയും പ്രവർത്തകരും അതുപോലെ തന്നെ പ്രചാരണ വാഹനങ്ങളും അത്തരത്തിൽ എത്രത്തോളം ശബ്ദം ഉപയോഗിക്കാൻ സാധിക്കും അത്രത്തോളം ശബ്ദം ഉപയോഗിക്കുന്ന തരത്തിലുള്ള മറ്റ് ഇത്തരത്തിലുള്ള പ്രചാരണ വാഹനങ്ങളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരുവനന്തപുരത്തെ പോരാട്ടം എത്രത്തോളം തീവ്രമാണോ അത് അത്രത്തോളം ആ തീവ്രത പൂർണ്ണമായും പുറത്തു കാണിക്കുന്ന തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശം ഈ ഒരു പേരൂർക്കടയിൽ പുരോഗമിക്കുകയാണ്. നിഷാദ്.